ത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതുകൊണ്ട്, അത് ഞാൻ സംസാരിക്കുന്നു എന്നതുകൊണ്ടല്ല, ഇതുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അത് ഞാൻ സംസാരിച്ചാലും ആര് സംസാരിച്ചാലും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കുടുംബസംഗമം കൂടി ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുക എന്നതല്ല, പ്രസംഗം എന്നും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി ഒരു കുടുംബത്തെ എത്ര സ്നേഹത്തോടെ സൗന്ദര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ ഒരു ചെറിയ ഹ്രസ്വമായ രൂപമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഞാൻ പല കുടുംബങ്ങളിലും പോയി സംസാരിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങളിലും എൻ്റെ കുടുംബം എൻ്റെ കൂടെ വന്നിട്ടുമുണ്ട്. ഞങ്ങൾ പുള്ളാടൻ കുടുംബം അല്ലെങ്കിൽ പോലും എൻ്റെ ഈ സംസാരം കേൾക്കാൻ എൻ്റെ ഭാര്യയും മക്കളും ഈ സദസ്സിലുണ്ട് താൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊന്നും പറയാനും പറ്റൂല, അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും എങ്ങനെ കുടുംബത്തെ എത്ര മനോഹരമായി കൊണ്ടുപോകാം എന്നതിൻ്റെ ഒരു ചെറിയ രൂപം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കുടുംബസംഗമം സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ കാരണവന്മാർക്ക്, ഇതിനുവേണ്ടി അങ്ങേയറ്റം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള, അർപ്പണം ചെയ്തിട്ടുള്ള യുവാക്കൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കുടുംബത്തിലെ ഒരറ്റത്ത് പോകുമ്പോൾ പറയും, ഞാൻ അവനോട് മിണ്ടൂല. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞിട്ട്, പുള്ളാടൻ കുടുംബമൊക്കെ ടോപ്പ് കുടുംബമാണ്, നിങ്ങളിൽ ആരും പിണങ്ങി നിൽക്കുന്നുണ്ടാകില്ല, ജ്യേഷ്ഠനഞ്ചന്മാരൊക്കെ നല്ല രൂപത്തിലായിരിക്കും. ഞാൻ മറ്റു പല കുടുംബത്തിൻ്റെയും അവസ്ഥ പറയാം. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വൈകിയത് തന്നെ എൻ്റെ വീട്ടിൽ, ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടല്ല, മാസത്തിലൊരിക്കലെങ്കിലും ബാർബർ ഷാപ്പ് പോകണമല്ലോ. അവിടെയൊക്കെ പോയി തിരിച്ച് വന്ന് വീട്ടിലെത്തി വേഗം കുളിച്ച് റെഡിയായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കുടുംബം, കായൽമഠത്തിൽ എന്ന് പറയുന്ന കുടുംബമാണ്, ആ കുടുംബത്തിലൊരു 5-8 പേരുണ്ട് എൻ്റെ വീട്ടിൽ എന്നെ കാത്തിരിക്കുന്നു. അപ്പോൾ അതൊരു കലുഷിതമായ വിഷയമാണ്. ആ വിഷയം ഞാനിവിടെ പറയുന്നില്ല, കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അത് തീർക്കാൻ വേണ്ടി, കുടുംബക്കാർ തമ്മിലല്ല, വേറെ ആരുമായിട്ടോ എന്തൊക്കെയോ വിഷയങ്ങളാണ്. അപ്പോൾ അത് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ അതിൽ ഒന്ന് സമയം കൊടുക്കേണ്ടി വന്നു എന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ കുറച്ച് വൈകിയത്. ഇവിടെ എത്തിയപ്പോൾ വൈകിട്ടൊന്നും ഇല്ലയെന്ന് മനസ്സിലായി, കാരണം എല്ലാവരും സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എൻ്റെ മക്കൾ പറയണ്ട, ഇത്ര സ്പീഡിൽ നിങ്ങൾ വണ്ടി ഓട്ടുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. സാധാരണ ഡ്രൈവർ ഉണ്ടാവും, പക്ഷേ ഇന്ന് കുടുംബം കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഓട്ടിയത്. പക്ഷേ ഇത്ര സ്പീഡിൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്ന് 20, 22, 23 അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോൾ ഈ സമയത്ത് ഞാനത് ചെയ്യാറില്ല. അത്രയും സ്പീഡിലാണ് നമ്മളിവിടെ എത്തിയത്. വഴിയിൽ റോഡ് ബ്ലോക്കൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ നിങ്ങളും സാഹസപ്പെട്ട് നമ്മളും സാഹസപ്പെട്ട് ഇവിടെ കൂടിയത് കുറേ സംസാരിക്കലും കേൾക്കലും മാത്രമല്ല, നമുക്ക് എന്തൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ചെറിയ ചെറിയ ചർച്ചകളാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ചെറിയ കുടുംബം മുതൽ നമ്മുടെ ഈ പരന്ന പുള്ളാടൻ കുടുംബം എന്ന് പറയുന്ന കുടുംബത്തിന് എങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ല രീതിയിൽ, അത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും പുള്ളാടൻ കുടുംബത്തിൻ്റെ പെരുമയ്ക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഈ ക്ലാസ് എന്ന്. അല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് 2-3 കോളുകളാണ്. അതിൽ ഒരു സഹോദരൻ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. ആ പെൺകുട്ടി ഇന്നും ആത്മഹത്യക്ക് മുതിർന്നു എന്ന് പറയുന്നു ഒരു സഹോദരൻ. ഇപ്പം ഞാനിവിടെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്, സൈതലവി അല്ല, വേറൊരാൾ. ഞാൻ പറഞ്ഞു വരുന്നത്, കൊച്ചു കൊച്ചു കാര്യത്തിന് വേണ്ടി ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യക്ക് മുതിരുന്ന ഒരു കാലമാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉമ്മയോട് പിണക്കം, ഉപ്പയോട് പിണക്കം, എന്നിട്ട് കയ്യിൻ്റെ നരമ്പുകൾ മുറിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വാതിലടച്ച് കഴിയുക, ചിലപ്പോൾ ഫാനിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തൂങ്ങുക. ഇതൊക്കെയായിട്ട് കുട്ടികൾ മുന്നോട്ട് പോവാണ്. പണ്ടൊക്കെ മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ ഇതിലൊക്കെ വളരെ പിന്നിലായിരുന്നു. പക്ഷെ ഇന്ന് വിശ്വാസം അധികം ഇല്ലാത്തത് കൊണ്ട്, നമുക്കൊന്ന് ഈമാൻ അധികം ഇല്ലാത്തത് കൊണ്ട് മറ്റ് ജാതിക്കാരെ പോലെ മുസ്ലിം ഉണ്ടോ എന്നാണ് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് കുടുംബം മുന്നോട്ട് പോകുന്നു, വേറൊരു ഭാഗത്താകട്ടെ ടെക്നോളജിയുടെ, നേരത്തെ ഇവിടെ നമ്മുടെ MLA സാഹിബ് സൂചിപ്പിച്ചതുപോലെ, ഇന്നലെ രാവിലെ എൻ്റെ വീട്ടിൽ 7 മണിക്കൊരു ടീം വന്നു. ഞാൻ കൗൺസിലിംഗ് ഇപ്പോൾ ഇല്ല കേട്ടോ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ദയവ് ചെയ്ത് എന്നെ ഒരാളും വിളിക്കുകയും ചെയ്യരുത്, എന്നെ കാണാനായിട്ട് വരികയും ചെയ്യരുത്. അത് ഞാൻ അടിവരയിട്ടിട്ട് പറയാം. കാരണം അത്രത്തോളം കോളുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ നിന്നൊക്കെ മുക്തമാണ്. നമ്മുടെ അസിസ്റ്റന്റുമാരത് ചെയ്യുന്നുണ്ട്, അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു കണ്ണ് 4 പ്രാവശ്യം, 4 അല്ല 5-ാമത്തെ പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടി, 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. വെറും 11, ഒരു മിടുക്കിയായ പെൺകുട്ടി, കുറച്ചൊക്കെ നല്ല ഉഷാറുള്ള, നല്ല സംസാരിക്കാനൊക്കെ നല്ല ശേഷിയുള്ള നല്ലൊരു കുട്ടിയാണ്. ആ കുട്ടിയെയും കൊണ്ട് പിതാവ് ഇന്നലെ രാവിലെ വീട്ടിൽ വന്നു. 7 മണിക്ക് തന്നെ വന്നു. ആദ്യം പിതാവ് വന്നു. പിതാവ് എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മോളെ പെട്ടെന്ന് കൊണ്ടുവന്ന്. അങ്ങനെ ഏതോ ഒരു ആൾക്ക് വിളിച്ചു പറഞ്ഞ ബൈക്കിൽ കയറ്റിയിട്ട് ആ കുട്ടിയെയും കൊണ്ടുവരാൻ. അപ്പോൾ എന്താ സംഭവം? ഈ കുട്ടിയുടെ കണ്ണ് 5 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതല്ല, ഇപ്പൊ കണ്ണിന് ക്യാൻസറാണ്.
കണ്ണിന് ക്യാൻസറാണ്. 11 വയസ്സായ കുട്ടിയുടെ കണ്ണിന്. ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ മധുരയിലെ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. മധുരയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി. കണ്ണിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു അപ്പുറത്തുള്ള ക്യാൻസർ ഹോസ്പിറ്റൽ, മധുരയിൽ തന്നെ ക്യാൻസർ ഹോസ്പിറ്റലാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയപ്പോഴാണ് ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത് കണ്ണിന് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. വലത്തെ കണ്ണിനാണ് ക്യാൻസർ. അപ്പോൾ ഈ കുട്ടിയുടെ ഇന്നലത്തെ വിഷയം ക്യാൻസർ അല്ല, ക്യാൻസറൊക്കെ അങ്ങനെ ഉണ്ട്, അത് മാറുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ കുട്ടിയുടെ ഇന്നലത്തെ പ്രശ്നം, ഞാൻ മരിക്കുമോ, ഞാൻ പെട്ടെന്ന് ഇല്ലാതെയാകുമോ, എനിക്ക് ഉപ്പച്ചിയെ കാണാൻ പറ്റാതിരിക്കുമോ, എനിക്ക് എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ ഇരിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു അവസ്ഥയിലാണ് സത്യത്തിൽ ഇന്നലെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ കണ്ണിന് ക്യാൻസർ വന്നിട്ട് ആ കുട്ടിയുടെ ഒരു കണ്ണ് കാണാനേ ഇല്ല. വെള്ള കളറിൽ ഇവിടെ ഇങ്ങനെ കണ്ണിങ്ങനെ ഉണ്ട് എന്നതല്ലാതെ കണ്ണ് കാണാനേ ഇല്ല ആ കുട്ടിയുടെ. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വിഷമം തോന്നിപ്പോവും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ കുട്ടി എത്ര ചടുലമായിട്ടാണ് സംസാരിക്കണത്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഞാൻ മരിക്കുമോ പെട്ടെന്ന്, ഞാൻ പെട്ടെന്ന് ഇല്ലാതാവുമോ, എനിക്കെൻ്റെ ഉപ്പച്ചനെ കാണാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാണ്. അപ്പോൾ ക്യാൻസറിനേക്കാൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവിനോടുള്ള സ്നേഹമാണ്. പിതാവാകട്ടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണ ബാധിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. കുട്ടിയുടെ അസുഖം കാരണത്താൽ ഇവിടെ തന്നെയാണ്. പച്ച പാവങ്ങളാണ്, ഒന്നിനും ഗതിയില്ലാത്ത പാവപ്പെട്ട കുടുംബമാണ്. എന്നിട്ട് ആ കുട്ടി പറയുന്നത് ഇതാണ്. അപ്പോൾ മക്കൾക്ക് മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്. തൻ്റെ കണ്ണ് ക്യാൻസർ പിടിപെട്ട് അസ്തമിച്ചു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും, ഒരു പക്ഷേ താൻ തന്നെ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ കുട്ടിയുടെ മനസ്സിലുള്ളത് എൻ്റെ പിതാവിനെ കാണാതാവുമോ, എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇന്നലെ എന്നോട് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്കാകട്ടെ അങ്ങേയറ്റം മക്കളോട് സ്നേഹമുണ്ട്. പക്ഷെ ഇവരെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? അങ്ങനെ മധുരയിലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ കുട്ടിക്ക് ഈ ക്യാൻസർ വരാനുള്ള കാരണം എന്താണെന്നറിയോ? മധുര എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനപ്പെട്ട ഡോക്ടർ പറഞ്ഞത്, ഈ ക്യാൻസറുമായി കൊണ്ടുചെന്ന ഉടനെ തന്നെ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ വീടിൻ്റെ അരികിൽ ടവർ ഉണ്ടോ എന്നാണ്. മൊബൈൽ ടവർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ ഉണ്ട്, മൊബൈൽ ടവറിൻ്റെ പുറത്ത് തന്നെ ഞങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ഡോക്ടേഴ്സ് കാരണം കണ്ടെത്തുകയാണ്, മൊബൈൽ ടവറിൻ്റെ റേഡിയേഷൻ കാരണത്താലാണ് കൊച്ചുകുട്ടികൾക്ക് കണ്ണിന് പ്രശ്നം വരുന്നത് എന്ന്. ഇത് എൻ്റെ സംസാരം റെക്കോർഡാക്കുന്നുണ്ട്. ആളുകളാരെന്ന് എനിക്കറിയാം, എൻ്റെ നാട്ടുകാരാണ്. അതോടൊപ്പം തന്നെ റെക്കോർഡാക്കുന്നവരല്ല ഈ വന്ന ആളുകൾ. അത് പറഞ്ഞത് ഏത് ഡോക്ടറാണ്? മധുരയിലെ പ്രധാനപ്പെട്ട ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനപ്പെട്ട ഡോക്ടറാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാടുകളിൽ മൊബൈലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ടവറിലൂടെ പോകുന്ന റേഡിയേഷൻ കാരണം കൊച്ചുകുട്ടികളുടെ കണ്ണിനത് ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്ഥിരമായിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇത് അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇതൊന്നും ശ്രദ്ധിക്കാതെയുള്ള ഒരു പാരന്റിങ്ങിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബസംഗമത്തിലെ സംസാരം ഒരിക്കലും കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി അതിൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ ഇമോഷണലി ബ്രേക്ക് ചെയ്തിട്ട്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഇതൊന്ന് സൗണ്ട് കുറക്കോ മോനെ, എന്നാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ആളിവിടെ കുറച്ച് സൗണ്ട് കുറച്ചേക്ക്, ഇതൊരു മുഴക്കുണ്ട് എന്നാണ് തോന്നുന്നത്. എൻ്റെ പ്രസംഗം ഭയങ്കര ശബ്ദമൊന്നും ആവണ്ട, ആൾക്കാർക്ക് തിരിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും, എന്നാലും വേണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോവാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് മുക്തി നേടാൻ പറ്റും? നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്താണ്, ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം തിരുത്താൻ തയ്യാറാകാത്ത ഒരു ജനതയെയും അള്ളാഹു തിരുത്തുകയില്ല. സ്വയം മാറാൻ തയ്യാറാകാത്ത ഒരാളെയും അള്ളാഹു മാറ്റുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വരുന്നത് വിധി കൊണ്ടല്ലേ, അള്ളാഹുവിൻ്റെ വിധി വരുമ്പോൾ അതൊക്കെ വരുമല്ലോ എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. നമ്മളൊന്നും അധികം ചിലപ്പോൾ കിതാബ് ഓതിയിട്ടുണ്ടാവില്ല. പക്ഷെ അഖീദയുടെ ബാബിൽ വരുന്നുണ്ട്, വിധി രണ്ടെണ്ണമാണ്. വിധി രണ്ടെണ്ണമാണ്. ഒന്ന് ഇഖ്തിയാർ, മറ്റൊന്ന് മജ്ബൂർ. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന വിധിയാണ്. മജ്ബൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിധിയാണ്. വിധി രണ്ടെണ്ണമുണ്ട്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് താഴോത്തെടുത്ത് ചാടിയിട്ട് ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് പറയരുത്. അതിൻ്റെ പേര് സൂയിസൈഡ് എന്നാണ്, ആത്മഹത്യ എന്നാണ്. അള്ളാഹുവിൻ്റെ അരികിലെത്തുമ്പോൾ അതിന് ഞാൻ കുറ്റക്കാരനാണ്, എനിക്കതിന് ശിക്ഷയുമുണ്ട്. വിഷം കയ്യിലേന്തിയിട്ട് അത് കുടിച്ചിട്ട് ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് പറയരുത്. കാരണം അത് ഇഖ്തിയാറിൻ്റെ വിധിയാണ്. അള്ളാഹിൻ്റെ വിധി തന്നെയാണെങ്കിൽ പോലും നമ്മളായിട്ട് സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്.
അപ്പം നമുക്ക് വരുന്ന കൊളസ്ട്രോളും നമുക്ക് വരുന്ന പ്രമേഹവും നമുക്ക് വരുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഇഖ്തിയാറിൻ്റെ ബാബിലാണ് ഉലമാക്കൾ പെടുത്തിയിട്ടുള്ളത്. ഒന്നും കൂടി പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് പലതും നമ്മളിലേക്ക് കടന്നത് എന്നതാണ്. നമ്മളോട് ഭക്ഷണം ഇങ്ങനെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു, അത് കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ ഇഖ്തിയാറിലേക്ക് കടക്കുകയാണ്, നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന വിധിയിലേക്ക് കടക്കുകയാണ്. 24 മണിക്കൂറും മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളോടും കൂടെ എൻ്റെ സംസാരം, 24 മണിക്കൂറും മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കണ്ണുകൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേടുവരുമെന്ന് പ്രശസ്തരായ ഡോക്ടർമാർ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് അതിൻ്റെ രശ്മികൾ പതിഞ്ഞിട്ട് ക്യാൻസർ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും, മറവി രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമെൻഷ്യയും അതേപോലെ തന്നെ അൽഷമസും എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ അത് വയസ്സന്മാർക്ക് വരുന്നൊരു അസുഖമായിരുന്നതിന് മുമ്പ് ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഓർമ്മശക്തി നഷ്ടപ്പെടലും ഓർമ്മയില്ലാതെ മനുഷ്യന്മാർ കുഴങ്ങലും. പക്ഷെ അതൊക്കെ ഇന്ന് 15ഉം 16ഉം വയസ്സായ കുട്ടികൾക്ക് ഡിമെൻഷ്യ എന്ന് പറയുന്ന അസുഖവും ഇതേപോലെ അൽഷമസ് അസുഖവും കടന്നു വരുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് എന്ന് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, പാവപ്പെട്ട കുട്ടികൾക്ക് ഇതറിയില്ല, പാവപ്പെട്ടവർക്ക് ഇതറിയില്ല, അവർക്കതിൻ്റെ ബയോളജി അറിയില്ല, അവർക്കതിൻ്റെ ഒരു ഭാഗങ്ങളും അറിയില്ല. പക്ഷേ ഭാവിയിൽ അവരത് കേടുവരുത്തിയാൽ, അവരുടെ അവയവം കേടുവന്നാൽ അവർ പഠിക്കൽ നമ്മളെയായിരിക്കും. പണ്ടൊരു പിതാവ് മകൻ മൊബൈൽ ഒന്നിട്ടപ്പോൾ ഒന്ന് താഴ്ത്ത് വീണിട്ട് ഒടിഞ്ഞതിൻ്റെ പേരിൽ, അതൊന്ന് കേടുവന്നതിൻ്റെ പേരിൽ വിരൽ പിടിച്ച് പിന്നെ അങ്ങോട്ട് തിരിച്ചപ്പോൾ വിരൽ ഒടിഞ്ഞു പോയ സംഭവം നമുക്കറിയാവുന്നത്, നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ആ മോൻ്റെ ഒരു തിരിച്ചു ചോദ്യമുണ്ട്, വാപ്പ ഞാൻ വലുതായിട്ട് ആ കുട്ടിയുടെ വിരൽ എന്നേക്കുമായിട്ട് ഒടിഞ്ഞു, ഇനി അത് നേരാക്കാൻ കഴിയില്ല, അത്രത്തോളം പരിക്ക് പറ്റി, പിതാവ് പിടിച്ച് തിരിച്ചതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതൊക്കെ ആക്കിയപ്പോൾ വിരൽ പിന്നെ ഇങ്ങനെയാണ്, അങ്ങനെ നിൽക്കുന്ന വിരലുകളുണ്ടല്ലോ. ഈ മകൻ ചോദിച്ചു എത്രേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്, വാപ്പ ഞാൻ 10 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പുതിയ മൊബൈൽ വാങ്ങിച്ചു തരാം, പകരം എൻ്റെ വിരൽ നിങ്ങൾ തിരിച്ചു തരുമോ എന്നാണ് പത്രത്തിലൂടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ വിരൽ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതാ ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾക്കൊരു പക്ഷേ ഭാവിയിലും ഇതൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെന്ന് എന്നെ പഠിപ്പിച്ചില്ലല്ലോ, നിങ്ങൾ എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് നമ്മുടെ മാതാപിതാക്കളുടെ വിരൽ ചൂണ്ടിയിട്ടായിരിക്കും അവർ സംസാരിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ, ഞാൻ അന്ന് 6ാം ക്ലാസ്സുകാരനായിരുന്നു, ഞാൻ അന്ന് 8ാം ക്ലാസ്സുകാരനായിരുന്നു, ഇങ്ങനെ ഒരു അൾട്രാ വയലറ്റ് രശ്മി പോലെ ചില രശ്മികളുണ്ട് എന്നും, അത് തൻ്റെ കണ്ണിലേക്ക് പലിച്ചാൽ അത് ഏറ്റവും കൂടുതലായി വന്നാൽ എൻ്റെ കാഴ്ചക്കും എൻ്റെ ബുദ്ധിക്കും എൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കും ഓർമ്മകൾക്കുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് എന്തേ പിതാവേ എന്നെ നിങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് അന്ന് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. നാളെ മഹ്ശറ വൻസഭയിലെത്തുമ്പോൾ എൻ്റെ മാതാവിനെ കൊണ്ടുവാ, ഞാൻ അവളുടെ മേലെ ചവിട്ടിക്കയറി നിൽക്കട്ടെ എന്ന് മാതാക്കളെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്ന മക്കളെ കാര്യം വിശുദ്ധ ഖുർആനിൽ വരുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവാ, ഞാൻ അവരുടെ നെഞ്ചിൽ ചവിട്ടി നിൽക്കട്ടെ എന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന മക്കളുടെ കാര്യം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇന്ന് നാളെയിലേക്ക് വെക്കുന്നതിന് പകരം, നാളെ എന്തായാലും അത് സംഭവിക്കും, പക്ഷേ ഇന്നിൻ്റെ ലോകത്ത് തന്നെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അവരുടെ ഓരോ അവയവങ്ങളും നഷ്ടപ്പെടുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട കടവത്ത് സൈദലവി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് എന്നോട് വളരെ വിഷയത്തോടു കൂടി പറഞ്ഞത്, ഇവിടെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, 50ഓളം കിഡ്നി രോഗികൾ ഇപ്പോൾ അവരുടെ ലിസ്റ്റിലുണ്ട്. 50 കിഡ്നി രോഗികൾ ലിസ്റ്റിലുണ്ടാകുമ്പോൾ അവർക്ക് ഡയാലിസിസ് നടത്താൻ വരെ ലക്ഷക്കണക്കിന് രൂപകളാണ് വർഷത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. എന്തുകൊണ്ട് കിഡ്നിക്ക് അസുഖം വരുന്നു എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? അതിലേക്ക് പോയാൽ പോലും ഡോക്ടേഴ്സ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ്. എന്താ കേരളത്തിൽ ഇത്രമാത്രം കിഡ്നിക്ക് അസുഖം? നമുക്കൊക്കെ അള്ളാഹു വരുന്നതിനെ കാക്കുമാറാകട്ടെ, പുള്ളാടൻ കുടുംബത്തിലെ ഓരോ അംഗത്തെയും അവരുടെ തലമുറയെയും കാക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞോട്ടെ. പക്ഷെ കിഡ്നി അസുഖം പോലും ചിലപ്പോഴൊക്കെ ഇഖ്തിയാറിലേക്ക്, നമ്മളായിട്ട് സ്വയം തിരഞ്ഞെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ്. ഞങ്ങൾ പ്രഭാഷകർ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം പ്രഭാഷകരായ ആളുകൾക്ക് മിക്കവാറും അവസാനം കിഡ്നിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ, ഇവിടെ ഏതായാലും കുറച്ച് സംസാരിക്കുന്നുള്ളൂ, 2 മണിക്കൂറൊക്കെ നീട്ടി സംസാരിക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് കയറുക. കുറേ കഴിയുമ്പോൾ, 1/2 മണിക്കൂർ കഴിയുമ്പോൾ കെയർ ചെയ്യണം. ഒന്നും കൂടി പറയാം, കുടുംബത്തിൽ ഒന്നുകിൽ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ കെയർ ചെയ്യണം. കെയറിങ് ആണ് ഏറ്റവും ബെസ്റ്റ്, മാനേജ് ചെയ്യലല്ല. മാനേജ് ചെയ്യലെങ്കിലും ചെയ്യണം. ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം? എന്താ തമ്മിലുള്ള വ്യത്യാസം? മക്കൾ പ്രത്യേകിച്ചും ഒന്ന് ആലോചിക്കുക. നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നവരാണ്. വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരികയാണ്, അല്ലെങ്കിൽ ഒരു അയൽവാസി കടന്നു വരികയാണ്, കുടുംബക്കാരൻ കടന്നു വരികയാണ്. അത് നമുക്ക് വേണമെങ്കിൽ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കെയർ ചെയ്യാം. കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുക, സലാം ചെല്ലുക, കയറി ഇരിക്കുമെന്ന് പറയാ, അകത്തേക്ക് വരിയെന്ന് പറയാ, അങ്ങനെ അവർക്ക് ചായ കൊടുന്നു കൊടുക്കുക, അവരെ സന്തോഷിപ്പിച്ച് വിടലാണ് കെയറിങ്.
അല്ലെങ്കിൽ ഒന്ന് കയറി ഇരിക്കട്ടോ, ആളിപ്പോൾ വരുട്ടോ എന്നെങ്കിലും പറയലാണ് മാനേജ് ചെയ്യൽ. പക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അതുപോലും ഇല്ലാത്ത അവസ്ഥകളാണ്. നമ്മുടെ കുട്ടികളൊക്കെ അന്തപുരത്തിൽ ഇരിക്കുകയാണ്. അന്തപുരത്തിൽ അവർ മാളികപ്പുറത്താണ്. അവർ ചിലപ്പോൾ പ്ലസ് 2 ആകും, ഡിഗ്രി ആകും, ഇതൊക്കെ ആവും. വീട്ടിലൊരു അതിഥി വന്നാൽ ഒന്ന് കയറിയിരിക്കാൻ പോലും പറയാൻ ഓവണിപ്പടികൾ ഇറങ്ങി വന്ന് നമ്മുടെ മക്കൾ അവരത് ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അതായി. അല്ലാതെ ഞാൻ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ, ഞാൻ മാത്രം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യം. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ്. നമ്മുടെ കുടുംബത്തിൽ ആര് കയറി വന്നാലും ഒന്ന് മാനേജ് ചെയ്യാൻ പോലും ആളുകളില്ലാത്തൊരവസ്ഥയായി പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഭാര്യമാർ അങ്ങനെയാകണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ അറ്റ്ലീസ്റ്റ് മാനേജിങ്, ആ മാനേജ്മെൻ്റാണ് സത്യത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കെയർ ചെയ്യാം. ഇപ്പം മാതാവിനെ നമുക്ക് മാനേജ് ചെയ്യാം, മാതാവിനെ നമുക്ക് കെയർ ചെയ്യാം. ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് മാനേജ്മെൻ്റ് അല്ല, ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് കെയറിങ് ആണ്. മാതാവിനെ കെയർ ചെയ്യണം, പിതാവിനെ കെയർ ചെയ്യണം, കുട്ടിയെ കെയർ ചെയ്യണം. അതിരാവിലെ എഴുന്നേറ്റാൽ കുട്ടികളോട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ പറയണം. ഇതിൽ നമ്മൾ എത്ര പേരുണ്ട് അങ്ങനെ പറയുന്നവരെന്ന് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുക. കാരണം ഏകദേശം 8 മണിക്കൂറോളം ഉറങ്ങുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ജലാംശങ്ങളൊക്കെ സ്വാംശീകരിച്ച് ഏതൊക്കെയോ ഭാഗത്തേക്ക് പോയി സജീവമായി ബോഡി ഉണർന്ന ഉടനെ അവർ കുടിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ പോലും കൊച്ചുകുട്ടികൾക്ക് ഇവരെ കിഡ്നിയുടെ പ്രോബ്ലംസ് വരുന്നു എന്ന് അതിൻ്റെ പണ്ഡിതന്മാർ എഴുതി വെക്കുമ്പോൾ അതിരാവിലെ ബ്രഷ് തേക്കാൻ പറയുന്നത് പോലെ അതിരാവിലെ ഓരോ ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ട് കുടിപ്പിക്കുക എന്നത് മാതാക്കളുടെ ദൗത്യമായി മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവൻ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം മനുഷ്യന് ഭക്ഷണത്തെക്കാൾ കൂടുതൽ വേണ്ടത് വായുവാണ്, പിന്നെ അത് കഴിഞ്ഞാൽ വേണ്ടത് വെള്ളമാണ്, അത് കഴിഞ്ഞിട്ടാ പിന്നെ ഭക്ഷണം. നമ്മൾ ഈ തിരൂരിലൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രം, അവിടെ 3 ദിവസം നിങ്ങൾക്ക് കഴിയാം പച്ചവെള്ളം കുടിച്ചിട്ട്. ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ 3 ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് നമുക്ക് കഴിയാം. കാരണം പച്ചവെള്ളത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുപോലും കെയർ ചെയ്യാൻ പറ്റാതെ നമ്മൾ കുട്ടികൾക്ക് ദോശയുണ്ടാക്കുന്ന, പുട്ടുണ്ടാക്കുന്ന, കടലക്കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എന്നാൽ ആ കടലക്കറിയും പുട്ടും കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിരാവിലെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കലാണ് എന്ന് പോലും തിരിച്ചറിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലൂടെ അല്ല. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇന്നു മുതലെങ്കിലും ഒരു മാറ്റമുണ്ടായാൽ അതേറ്റവും നല്ലത് എന്നതുകൊണ്ട് പറയുകയാണ്. കുട്ടികൾക്ക് ക്യാൻസർ രോഗം വരുന്നു, കുട്ടികൾക്ക് കിഡ്നി രോഗം വരുന്നു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വിധിയാണ്, അതിനെ ഞാൻ പറയുന്നില്ല. പക്ഷേ പലതും നമ്മുടെ കാരണം കൊണ്ടാണോ അള്ളാഹു അങ്ങനെ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗർഭമുള്ള സ്ത്രീകളോട് ഒരിക്കലും പാരസിറ്റാമോളോ അല്ലെങ്കിൽ അത്ര ഡോസ് ഉള്ള മരുന്നോ കഴിക്കരുത് എന്ന് ഡോക്ടേഴ്സ് പറയാനുള്ള കാരണം എന്താണ്? കാരണം അത് എന്തായാലും നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യും, അത് ആ കുട്ടിക്ക് എഫക്റ്റ് ചെയ്യും എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗർഭിണികൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ശ്രദ്ധിക്കാതിരുന്നാൽ കുട്ടികൾക്ക് തന്നെ പലതും, ഇപ്പോൾ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ, മറ്റ് പല രീതിയിലുള്ള സൈക്കിക് ഡിസോർഡറുകൾ കുട്ടികൾക്കുണ്ടാകുന്നതൊക്കെ പലപ്പോഴും പ്രഗ്നൻസി പീരീഡിലെ അശ്രദ്ധയും അതോടൊപ്പം തന്നെ ജനിച്ച ഉടനെയുള്ള അശ്രദ്ധയും ഒക്കെയാണ് എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, അപ്പൊ മുതിർന്നവരെ ശ്രദ്ധിക്കുന്നത് വരെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം നമ്മുടെ പുള്ളാടൻ കുടുംബം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾക്ക് A+ കിട്ടൽ മാത്രമാണോ? ഇപ്പോൾ അതാ ഒരു കുട്ടി ഇവിടെ ആദരിച്ചു, ആ കുട്ടിയുടെ പിതാവ് വന്നിട്ട് നമ്മളോട് എല്ലാ കാര്യവും നല്ല രീതിയിൽ പറയുന്നത് പോലെ, അഥവാ എൻ്റെ മകനാണ് ഇത് കിട്ടിയത് എന്ന് നല്ലൊരു ആനന്ദത്തോടെ അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് പോയി. ഭാവിയിലൊക്കെ നമ്മുടെ മക്കൾക്കും അത് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആശിക്കാം. പക്ഷേ A+ കിട്ടൽ മാത്രമാണോ വിദ്യാഭ്യാസം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഹൗ ടു ഗെറ്റ് A+ എന്നത് എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രമേയമാണ്. കുടുംബ സംഗമങ്ങളിൽ പോകുന്നത് പോലെ ഞാൻ കുട്ടികൾക്കിടയിൽ ക്ലാസ് എടുക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ഹൗ ടു ഗെറ്റ് A+ എടുക്കാൻ എന്താണ് എളുപ്പവഴി എന്നതാണ്. അതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ ആവറേജ് കുട്ടികൾക്ക് വരെ A+ എടുക്കാൻ പറ്റുമെന്നതാണ്. അതിൻ്റെ ക്ലാസ് എടുക്കുന്ന അതേ നാക്കുകളെ കൊണ്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, A+ എടുക്കൽ മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രം. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ രീതി അത് ഫിൻലാൻഡ് സ്കൂളിൻ്റെതാണ്. ഫിനിഷ് സ്കൂൾ എന്നാണ് അതിന് പറയുക. ഫിൻലാൻഡ് സ്കൂളിൻ്റെ സിസ്റ്റത്തിൽ 10ാം ക്ലാസ് വരെ പരീക്ഷയേ ഇല്ല എന്നതാണ്. ഒന്നും കൂടി ആവർത്തിച്ച് പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ രീതി എന്ന് ലോകം വിധി എഴുതുന്നത് ഫിനിഷ് സ്കൂൾ സിസ്റ്റമാണ്. ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തെയാണ് ഫിനിഷ് സ്കൂൾ എന്ന് പറയുക. ഫിനിഷിംഗ് സ്കൂൾ അല്ല, ഫിനിഷ് സ്കൂൾ. ആ സ്കൂളിൻ്റെ പ്രത്യേകത 10ാം ക്ലാസ് വരെ പരീക്ഷയില്ല എന്നതാണ്. എന്താ 10ാം ക്ലാസ് വരെ പരീക്ഷയില്ലാത്തത്? അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് തോന്നുന്നു, ഫിൻലാൻഡിൽ ജനിച്ചാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ 10ാം ക്ലാസ് വരെ പരീക്ഷയില്ലല്ലോ എന്നാണ്.
എന്നാൽ ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം കുട്ടികളെ തയ്യാറാക്കി അവസാനം അവരുടെ മറ്റ് കഴിവുകളൊക്കെ പോകുന്നുണ്ടോ എന്ന ചർച്ചകളാണ് ബുദ്ധിജീവികൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വെറും ഒരു കുട്ടിയെ മാർക്കിന് വേണ്ടി മാത്രം തയ്യാറാക്കാൻ പാടില്ല. ആ കുട്ടി സമൂഹത്തിൻ്റെത് കൂടിയാണ്. ജിബ്രാൻ പറഞ്ഞതുപോലെ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഡിയർ മാം, യുവർ ചൈൽഡ് ഈസ് നോട്ട് യുവർ. പ്രിയപ്പെട്ട അമ്മേ, നിങ്ങളുടെ കുട്ടി നിങ്ങളുടേതല്ല. നമ്മളോടെങ്ങാനും വന്നുകാണും നിങ്ങളെ കുട്ടി നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യല അടിയായിരിക്കും ചിലപ്പോ. എൻ്റെ കുട്ടി എൻ്റേതല്ല എന്നോ. അപ്പൊ ഇന്നെന്താ പറഞ്ഞത്? ഹീസ് ഫോർ ദി സൊസൈറ്റി. അവൻ സമൂഹത്തിൻ്റെതാണ്. സമൂഹത്തിന്റെ വേദനകൾ അറിയാൻ കൂടിയുള്ളതാണ്. നമ്മുടെ സ്വന്തം കുട്ടിയായി നമ്മുടെ ഉള്ളറകളിൽ കഴിയേണ്ടവനല്ല, അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടവനാണ്. ഇപ്പതാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഇവിടുത്തെ നഗരസഭാ ചെയർമാനായി ഞങ്ങൾ വയനാട്ടിലെ മിനിയാന്നോ 4 നാൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ വയനാട്ടിലെ പരിപാടിയിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ അവിടെയും വെച്ച് ആദരിച്ചിരുന്നു. അപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റബിലിറ്റി, സ്വാധീനം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പൊ നമ്മുടെ കുട്ടികൾ വീട്ടിൽ മാത്രം കഴിയേണ്ടവരല്ല, നമ്മുടെ കുട്ടികൾ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടവരാണ്. അപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ നന്മയുള്ള ഗുണങ്ങൾ വേണമോ ആ ഗുണങ്ങളൊക്കെ അവർക്കുണ്ടാവുക എന്നത് സുനിശ്ചിതമാണ്, അല്ലെങ്കിൽ നിർബന്ധമാണ്. അതിലേക്കാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇപ്പൊ കുടുംബത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുമല്ലോ. അതായത് കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളെ പുള്ളാടൻ കുടുംബം എന്ന് പറയുന്ന കുടുംബത്തെ ഞാൻ വിടുന്നു. കാരണം എനിക്ക് ഇവിടുന്ന് പോകണം. ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചോ? ഇപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുനിഷ്ടുകളും എത്രത്തോളം എന്ന് വെച്ചാൽ ഈ പരിപാടിക്ക് ഒരാൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നാൽ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ തുറച്ചു നോക്കും. എവിടുന്ന പോൾക്ക് ഇപ്പോൾ അത് കിട്ടിയത്? അസൂയയാണ്. ഡ്രസ്സിനെ നോക്കി അസൂയ. മക്കൾക്ക് A+ കിട്ടിയാൽ പിന്നെ നമുക്ക് ഒരാളെ A+കാരനെ ഇവിടെ ആദരിക്കുമ്പോൾ നമ്മളെ ഉള്ളിലൊന്നാകെ ഒരു തീ ഇങ്ങനെ കത്തുകയാണ്, പണ്ടാറടക്കാൻ. ഒരാൾക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷമല്ല, അവൻ്റെ കുട്ടിക്ക് എന്തേത് കിട്ടിയത് എന്നുള്ളത്. നിങ്ങളെ കുടുംബത്തിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തരം കുനിഷ്ടുകളും കുശുമ്പുകളുമാണ്. ഇപ്പോൾ ഇവിടെ സിവിൽ സർവീസിന് പഠിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഭാവിയിൽ സിവിൽ സർവീസുകാരനാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അവനെ ആദരിക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നിയോ ഓനിപ്പോ ഒരു സിവിൽ സർവീസുകാരൻ എന്ന് തോന്നിയോ? എങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ കിടുമ്പുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കുട്ടി കയറി വന്നത് സ്വീകരിച്ചപ്പോ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കിടുമ്പുണ്ട്. നേരെ മറിച്ചിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഭാവിയിൽ സിവിൽ സർവീസുകാരനാകാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു മോനെങ്കിലുണ്ടല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ദാ എൻ്റെ കുടുംബം അവനെ ആദരിക്കുന്നുണ്ടല്ലോ. അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടത്. പുനുഷ്ടുകളും കുശുമ്പുകളും എല്ലാം വിട്ട് പരസ്പര സ്നേഹത്തിൻ്റെ, അങ്ങേയറ്റത്തെ പുറത്തു കൊടുക്കലിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ലോകത്തെ തുറക്കലാണ് കുടുംബ സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കുടുംബനാഥന്മാരാണ്. ഞാൻ ഉപദേശ പ്രസംഗം നടത്തല്ലോ, ആർക്കും എന്നോടൊന്നും തോന്നരുത്. ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആദ്യം ഞാനാണ് ഇത് കേൾക്കുന്നത്. എൻ്റെ നാക്കാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് കുടുംബനാഥന്മാർ നന്നായാൽ ആ കുടുംബം നേരെയാകുമെന്നതാണ്. എല്ലാ സ്ത്രീകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞോട്ടെ, ദയവ് ചെയ്ത് കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആണായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം. അതിൻ്റെ അർത്ഥം പെണ്ണുങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഇതുമില്ല എന്നല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ കുടുംബനാഥൻ, നിങ്ങളോ കുടുംബനാഥയുമായിരിക്കണം. അല്ലാതെ പെണ്ണ് കുടുംബനാഥനാകരുത്, ആണ് കുടുംബനാഥയുമാകരുത്. മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. അതിൻ്റെതായ സിസ്റ്റത്തിലേ പോകാവൂ. ഭർത്താവിനെ ഉപദേശിച്ചിട്ട് ഭാര്യയുടെ ആ റൗണ്ടിലേക്ക് മാത്രം നിർത്തിയിട്ട് ഭർത്താവ് പോയിട്ട് ഉമ്മാനോടെപ്പോഴും തിരക്കൂടുന്ന, ഭർത്താവ് പോയിട്ട് ഉപ്പാനോടെപ്പോഴും വഴക്കാടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തെ നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ കുടുംബം കൊണ്ടെടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല എന്നുള്ളതാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമല്ല. അതിലേറ്റവും പ്രധാനി സ്വന്തം മാതാവാണ്. സ്വന്തം മാതാവിനേക്കാൾ കുടുംബത്തിലെ ഒരാൾക്കും, അത് ഭാര്യയ്ക്ക് ഭാര്യയുടെ മാതാവ്, നമുക്കും ഭാര്യയുടെ മാതാവ്, നമുക്ക് നമ്മുടെ മാതാവ്, ഭാര്യയ്ക്ക് നമ്മുടെ മാതാവ്, എല്ലാ മാതാക്കൾ തന്നെ. മാതാക്കളെ ആദരിക്കും പോലെ കുടുംബത്തിൽ ആരെയും ആദരിക്കേണ്ടതില്ല. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പൊ പത്രങ്ങളിലൊക്കെ കാണുന്നതോ മക്കൾ കൊണ്ടുപോയിട്ട് മാതാക്കളെ കെട്ടിയിടുന്നു, ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാതെ ചങ്ങലകളിൽ ബന്ധിച്ചിടുന്നു. വേറെ ചില മാതാപിതാക്കട്ടെ മക്കളെ കൊണ്ടുപോയി കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടുന്നു. ഇതൊക്കെയാ സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
അറബ് ലോകത്തിന്റെ വാർത്തകൾ നമ്മളെ ഏറ്റവും വലിയ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ലക്ഷങ്ങൾ ചെലവാക്കി കോടതിയിൽ വാദമാണ്. വലിയ വലിയ അഡ്വക്കറ്റുമാരെ വെച്ചിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട കോർട്ടിൽ വാദമാണ്. എത്രയോ രാജ്യങ്ങൾ കേട്ട് നിൽക്കവേ അനുജൻ പറയുന്നു ഉമ്മയെ എനിക്ക് വിട്ടുകിട്ടണം, ജ്യേഷ്ഠൻ പറയുന്നു ഉമ്മാൻ എനിക്ക് വിട്ടുകിട്ടണം. എന്തിനെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞത്? ഉമ്മ എൻ്റെ വരിയിൽ നിൽക്കണം. അനുജൻ പറയാണ് അല്ല എൻ്റെ വീട്ടിൽ നിൽക്കണം, ഞാൻ നോക്കിക്കോളാം ഉമ്മാനെ. ആ ജ്യേഷ്ഠൻ പറയാണ് ഞാൻ നോക്കിക്കോളാം ഉമ്മാനെ. അതിനുവേണ്ടി കോടതിയിൽ അവർ കേസ് കൂടി എന്ന് നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. കാരണം മാതാവിനെ നോക്കാനാണ് കേസ്, അല്ലാതെ മാതാവിനെ വേണ്ട എന്ന് പറയാനല്ല. ആ ഒരവസ്ഥയിൽ നമ്മുടെ സ്വന്തം മാതാക്കളെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് പോകുമ്പോഴേ കുടുംബ സംവിധാനം ഒന്നാം സ്ഥാനത്തെത്തൂ. കാരണം മാതാക്കളുടെ കണ്ണുനീര് നീ ശ്രദ്ധിച്ചോ, അത് തീയാണ്. എവിടെയാണ് ഉറ്റി വീണത് അവിടെ അഗ്നിയാകും, ചാമ്പലാകുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മാതാവിൻ്റെ കണ്ണുനീര് അഗ്നിയാണ്, അത് വെള്ളമല്ല. അതെവിടെയാണ് ഉറ്റി വീഴുന്നത് അവിടം കത്തി ചാമ്പലാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടം ചാമ്പലാകുന്നല്ല. അപ്പൊ മാതാവ് സ്റ്റേജിൽ നിന്ന് കരഞ്ഞാൽ സ്റ്റേജ് ചാമ്പലാകുന്നല്ല അതിൻ്റെ അർത്ഥം. എന്ത് കാരണത്താലാണോ കരഞ്ഞത് ആ കാരണം കൊണ്ട് നീ ചാമ്പലാകുമെന്നാണ്. ഒരുപാട് ആൾക്കാർ ബിസിനസ്സിൽ പരാജയപ്പെടുന്നില്ലേ? ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നില്ലേ? അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കി. ഞാൻ ഒരു ഇത് പറയല്ല, പ്രവാചകന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പറയാണ്, നമ്മൾ എന്ത് ചെയ്തിട്ടും വിജയിക്കാതെ പോകുന്നുവെങ്കിൽ പിന്നാമ്പുറത്തേക്കൊന്ന് നോക്കുക. എപ്പോഴെങ്കിലും നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ അരിശത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ടോ? അവരെ നേരാം വണ്ണം അല്ലാഹു നേരെയാക്കുകയില്ല എന്ന് തിരുഹദീസിലൂടെ നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നെഞ്ചു പടച്ചാൽ, മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിസിനസ് അല്ല, നമ്മുടെ കുടുംബമല്ല, നമ്മുടെ വ്യക്തിത്വം തന്നെ തകർന്നു പോകുമെന്ന് അല്ലാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുടുംബത്തിന്റെ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാവ്, അത് കഴിഞ്ഞാൽ പിന്നെ പിതാവ്. പിതാക്കന്മാരോട് ചോദിക്കാതെ നമ്മൾ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അതൊരു പക്ഷേ ഇതേപോലെ 70-80 വയസ്സായ ആൾക്കാരായിരിക്കും നമ്മുടെ പിതാവ് എങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സോഷ്യൽ ലീഡറാകാം, ചിലപ്പോൾ പൊളിറ്റിക്കൽ ലീഡറാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് ആകാം. ഇതെന്തും ആകട്ടെ, പക്ഷെ ഒരു കാര്യം നടക്കുമ്പോൾ, സമൂഹത്തിലൊരു കാര്യം അല്ലെങ്കിൽ നാട്ടിലൊരു കാര്യം, അതല്ല ഞാൻ പറയുന്നത്, വീട്ടിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഉപ്പനോട് പോയിട്ട് പറയണം, ഉപ്പ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഞങ്ങൾ ചെയ്തോളാന്ന്. ആ സമയത്ത് 70-80 വയസ്സായ പിതാവിനൊരു തലയാട്ടലുണ്ട്. അത് മതി നമുക്ക് ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ. ആ തലയാട്ടലാണ് നമുക്ക് വേണ്ടത് എന്നതാണ്. അങ്ങനെ ചുരുക്കത്തിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നവരെ കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. അപ്പം മാനേജ് ചെയ്യലും കെയർ ചെയ്യലും രണ്ടാണ്. കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായ കെയറിങ്. എല്ലാ കാര്യത്തിലും കെയറിങ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കളെ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണം. ഞാനിവിടെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞോട്ടെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ. ഒന്നാമതായി നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് മൂല്യങ്ങളെയാണ്. അത് തകരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്താ ഈ മൂല്യം? അത് ഇസ്ലാമികപരമായ മൂല്യമാണ്. അതിൻ്റെ മോശയിൽ നമ്മൾ ഉസ്താദുമാരെ കണ്ട് നാട്ടിലെ നടപ്പുകൾ കണ്ടിട്ട് അങ്ങനെ മാത്രം വിലയിരുത്തി പോകല്ലേ. അവർ പറയുന്ന ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ പോകുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വിശാലമായ അർത്ഥത്തിൽ അവർ പറഞ്ഞു തരുന്നതിന് നമ്മൾ മനസ്സിലാക്കലാണ്. കാരണം അള്ളാഹുവിലേക്ക് അചഞ്ചലമായി നമ്മൾ എത്തലാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സ്നേഹം നഷ്ടപ്പെടുക. നമ്മളെ വിചാരം എന്താണ്? ഇസ്ലാമിൽ സ്നേഹമില്ല എന്നാണ്. ഇസ്ലാമിൽ സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രണയം എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പല്ല, കല്യാണത്തിന് ശേഷമാണ് എന്ന് മാത്രം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹബ്ബത്ത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മവദ്ദത്ത് എന്നാണ്. ഉലമാക്കളോട് ചോദിച്ചു നോക്ക് നിങ്ങൾ, മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് ആർക്കാർക്കും തമ്മിലാകാം. ഇപ്പൊ എനിക്ക് സൈദലവിയോടാകാം, എനിക്ക് ഇദ്ദേഹത്തോടാകാം. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹം എന്നാണ്. എന്നാൽ പരസ്പര പ്രണയം എന്നാണ് വിശുദ്ധ ഖുർആൻ മവദ്ദത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ആന്തരികമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഊഷ്മളമായ ഒരു സ്നേഹാർദ്രമായ ഒരു ലോകമാണ്. ആ ലോകത്തെ തീർക്കാനാണ് നമ്മൾ എന്നും മെനക്കെടേണ്ടത്. ആ ഒരു മവദ്ദത്ത് നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന പാരസ്പര്യത്തിന്റെ ലോകമുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇന്ന് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കൊറോണ ഭാഗം ആയിട്ട്, കൊറോണയുടെ ഭാഗമെന്നോണം നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടേയിരിക്കാം.
എത്രയോ ആളുകൾ ഫോൺ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാൻ, സാർ ഞാൻ ലീവിന് വന്നതാണ്, തിരിച്ചു പോകാൻ പറ്റണില്ല, ഒന്നിനും പറ്റണില്ല, തിരിച്ചങ്ങോട്ട് പോകാനേ പറ്റണില്ല. അപ്പം എന്തിനാ നിങ്ങൾക്ക് ഇത്ര പ്രയാസം? നാട്ടിൽ നിൽക്കല്ലേ നല്ലത്. അപ്പം നാട്ടുകാരുടെ പ്രശ്നമല്ല പറഞ്ഞത്, വീട്ടുകാരിയുടെ പ്രശ്നങ്ങളാണ്. ഞാനും കണ്ട് തിരിച്ചു വന്നിട്ട് എല്ലാവർക്കും സന്തോഷമാണ്, പക്ഷേ എൻ്റെ ഭാര്യക്കും മക്കൾക്കും സന്തോഷമല്ല. കാരണം അവർക്ക് വേണ്ടത് പൈസയാണ്. മൂത്ത മോന് വേണ്ടത് ആപ്പിളിൻ്റെ മൊബൈലാണ്, രണ്ടാമത്തെ മോന് വേണ്ടത് അത് ഏതെങ്കിലുമൊക്കെ ZBO എന്തൊക്കെ പറയുന്ന ബൈക്കാണ്, മൂന്നാമത്തെ ആൾക്ക് വേണ്ടത് അതിൻ്റെ താഴെയുള്ള മൊബൈലാണ്. അല്ലാതെ എന്നെ ആർക്കും വേണ്ട സാർ എന്ന് വിലപിച്ച് കരയുന്ന മാതാക്കളുടെ പിതാക്കളുടെ കാലഘട്ടമാണ്. എല്ലാവർക്കും വേണ്ടത് മെറ്റീരിയൽസാണ്. വാപ്പ മൊബൈൽ കൊണ്ടുവരോ എങ്കിൽ വാപ്പ നല്ല വാപ്പയാണ്. വാപ്പ എല്ലാ മാസത്തിലും ഡ്രസ്സ് എടുക്കുമോ എങ്കിൽ വാപ്പ നല്ല വാപ്പയാണ്. അതല്ലാതെ പാവം വാപ്പയായി ഒരു നേരത്തെ അരിക്ക് പോലും വകയില്ലാതെ കഴിയുമ്പോൾ ഏതെങ്കിലും മക്കളുണ്ടോ നമ്മുടെ വീട്ടിൽ? പിതാവേ നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ കൊറോണ ബാധിച്ചിട്ട് അല്ലെങ്കിൽ കൊറോണയുടെ ഈ ഒരു കെടുതി ബാധിച്ച് നാട്ടിലാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പൊന്നു പോലെ നോക്കാമെന്ന് പറഞ്ഞ ഒരാളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് സ്വന്തം നെഞ്ചിൽ കൈവച്ച് ചോദിക്ക്. സ്വന്തം മക്കൾ പറയുന്നുണ്ടോ എനിക്ക് മൊബൈൽ വേണ്ട, എനിക്ക് ബൈക്ക് വേണ്ട, എനിക്ക് എൻ്റെ വാപ്പച്ചി മാത്രം മതി എന്ന്? ഇന്നലെ കണ്ണിന് കേടുവന്ന കുട്ടി മരിക്കാൻ പോകുന്നുവോ, എൻ്റെ പിതാവിനെ ഇനി കാണില്ലേ എന്ന് വിലപിച്ചതുപോലെ സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കി നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിയിട്ടുണ്ടോ എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ ഏതിലൂടെ നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഏതിലൂടെ കൊണ്ടുപോയാലും മൂല്യത്തോടു കൂടി കൊണ്ടുപോവുക. ഇപ്പൊ ടെക്നോളജിയുടെ കാലം കുറച്ചും കൂടിയായി. കുട്ടികൾക്കൊക്കെ വീട്ടിലിരുന്നിട്ടാണ് ഇപ്പൊ ക്ലാസ്സുകൾ. വീട്ടിലിരുന്ന് ക്ലാസ്, അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നരുത്. ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഡെയിലി ഒരു 30-40 കോൾസ് എനിക്ക് വരുന്നതിൻ്റെ അപ്ഡേഷൻ നിങ്ങളോട് പറയുന്നു. കാരണം ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയതിന് ശേഷം മൊബൈൽ സാർവത്രികമായി. കുട്ടികളുടെ കയ്യിലൊക്കെ ഇപ്പോൾ അതാണ്, ഉമ്മാരെടുത്തുള്ളതിനേക്കാളും കൂടുതൽ ഇപ്പോൾ മക്കളെടുത്താണ് ഈ സാധനം. അപ്പം എന്താ സംഭവിക്കണത്? മെല്ലെ റൂക്കിടുകയാണ്. നമ്മക്കറിയോ എന്താണ് എക്സെൻഡറിലൂടെ അയക്കുക എന്നുള്ളത്? ഉമ്മക്കറിയോ ഇമോയിലൂടെ എങ്ങനെ വിളിക്കുക എന്നുള്ളത്? ഇതൊന്നും അറിയില്ല. ഉമ്മ ഒരു വാട്സപ്പ് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതല്ലാത്ത കുറേ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആൺകുട്ടികളെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞേച്ചോളി ആൺകുട്ടികളെ, എന്ത് ഇതാ മോനെ പോയിട്ട് ATM പോയിട്ട് പൈസ എടുത്തു കൊടുത്താൽ ATM പോയിട്ട് പൈസ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കോഡും പറഞ്ഞു കൊടുക്കണമല്ലോ. ഉദാഹരണത്തിന് 3344 എന്നാണ് കോഡ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വേഗം മനസ്സിലാവും 3344 ഇനിയിപ്പോൾ എന്ത് മതി? അവന് എന്തിലേക്ക് അയക്കണമെങ്കിൽ 3344 അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ATM കൊണ്ട് വിടുകയാണ്. നല്ല അച്ചടക്കമുള്ള കുട്ടികളിൽ മാത്രമേ ATM വിടാവൂ. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഗെയിം കളിച്ച് ആദ്യമൊക്കെ സാധാരണ ഗെയിമിൽ നിന്ന് തുടങ്ങുക. ആ സാധാരണ ഗെയിമിൽ നിന്ന് തുടങ്ങുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പം വേറെ കുറേ കളികൾ വന്ന് ചൂതാട്ടം, പഴയ കാലഘട്ടത്തിലെ അത് ഗാംബ്ലിങ്, ഇതേപോലെ ഇപ്പോഴുണ്ട് അത് ഇഷ്ടം പോലെ. ഇതേപോലെ ചീട്ടുകളി, ഓൺലൈനിലൂടെ ചീട്ടുകളിയാണ്. ചീട്ടുകളി പണ്ടൊക്കെ പീഡിയക്കൊലയും ഇരുന്നിട്ട് ആൾക്കാരൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ ഓൺലൈനിലൂടെ ചീട്ടുകളിയാണ്. അതിങ്ങനെ കാണുമ്പോൾ തന്നെ വെച്ചെടുക്കാൻ തോന്നും. അങ്ങനെ ആയി കോഴിക്കോടുള്ളൊരു സഹോദരൻ്റെ 8 ലക്ഷം റുപ്യ പോകുന്നത് വരെ മൂപ്പര് പോത്തുപോലെ നോക്കി നിന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ്. തൻ്റെ അക്കൗണ്ടിൽ നിന്ന് എങ്ങോട്ടായി പൈസ പോകണമെന്ന് അറിയില്ല. ATM കാർഡിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് താനും, എന്നാൽ കുട്ടി ഇങ്ങനെ കോഡ് നോക്കിയിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. കാരണം 3344 കോഡ് എന്നുള്ളത് കുട്ടിക്കറിയാം. വാപ്പ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും, പക്ഷെ കുട്ടിക്ക് കാണാപ്പാടതറിയാം. ഇങ്ങനെ വാപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ അക്കൗണ്ടിലുള്ള പൈസകളൊക്കെ തീരുമ്പോഴാണ് കുട്ടി റമ്മ് കളിച്ചതാണ് എന്ന് മനസ്സിലാകുന്നത്, കുട്ടി കളിയിലൂടെ പോയതാണ് എന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ എന്തൊക്കെ ദുരന്തങ്ങളാണ് ഇന്ന് നാടുകളിൽ നടക്കുന്നത്. ഞാൻ പേടിപ്പിക്കുകയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കുടുംബനാഥൻ എന്ന് പറയുന്ന ആളൊരു കാഴ്ചപ്പാടുള്ള ആളാകണം. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. കാഴ്ചപ്പാടില്ലാത്ത ഒരാൾക്ക് പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കാം ആണോ? കഴിഞ്ഞു. പിന്നെന്താ കൈവക്കി? കഴിഞ്ഞോ വാങ്ക്? ഞാൻ അപ്പോൾ പറയണ്ട നിങ്ങൾ അതൊക്കെ കഴിഞ്ഞല്ലോ. നേരെ 1:25 എന്തേ പിന്നെ കൈവക്കിയേ? അറിയില്ല. ഇവിടെ പൊക്കിയതാ? അത് ശരി, ക്യാമറ അങ്ങോട്ട് വന്നപ്പോൾ പൊക്കിയതാണ്. നല്ല മക്കൾ എല്ലാവരും ഇപ്പോൾ അവനവനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാലത്താണല്ലോ ഉള്ളത്. എല്ലാവർക്കും യൂട്യൂബാണ്. ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിന്, ഞാൻ പിന്നെ നിർത്തി വെച്ച്. കാരണം എല്ലാവരും ഇപ്പോൾ തന്നെയാണ് പരിപാടി. പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ യൂട്യൂബിൽ, എല്ലാറ്റും അങ്ങനെയാണ്. ശരി, ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബനാഥൻ ഒരു കാഴ്ചപ്പാടുള്ള ആളാകണം. ഈ കുടുംബനാഥൻ ഉണ്ടാകേണ്ടത് എന്തൊക്കെയാ കുടുംബനാഥന്മാർക്ക് ഉണ്ടാകേണ്ടത്? ഒന്നാമത്തെ കാര്യം കുട്ടികളെ എങ്ങനെ മതമൂല്യത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുപോകാമെന്ന ചിന്താഗതിയാണ് ഒന്നാമതുണ്ടാകേണ്ടത്.
ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടവാളികളാകും. കാരണം നമ്മൾ ഒന്നിച്ചിരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ഒറ്റ പ്ലേറ്റിൽ നിന്ന്, കൊറോണയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ മാറ്റി വെച്ചേക്ക്, പക്ഷെ ഒറ്റ പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ. മൂത്തോൻ അഞ്ചൻ ഇവനക്ക്, വാപ്പ ഉമ്മാക്ക് വായിൽ വെച്ചു കൊടുക്കുന്നു, ഉമ്മ വാപ്പാക്ക്. ഇതൊക്കെ റിസാർച്ച് പറഞ്ഞതാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ, അങ്ങനെ കഴിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി തീർത്താൽ ഭാവിയിൽ പറമ്പ് വീതം വെക്കുമ്പോൾ ജ്യേഷ്ഠനോട് അഞ്ചൻ പറയും, അല്ലടാ അത് ഈ എടുത്തോന്ന്. അഞ്ചൻ പറയും, അല്ല മോനെ അത് ഈ എടുത്തോന്ന്. മീൻ കഷ്ണം ഇട്ടുകൊടുത്ത് ശീലമുള്ള കുട്ടികൾക്ക് പറമ്പ് വീതിക്കുമ്പോഴും അത് നീ എടുത്തോ എന്ന് പറയുന്ന നല്ല സന്മനസ് അവർക്കുണ്ടാകുമെന്നതാണ്. ഇത് ചിക്കൻ്റെ കാല് കൊടുന്നിക്കുമ്പോഴേക്ക് രണ്ടെണ്ണം അവനാൻ്റെ പോക്കറ്റേക്ക് ഇങ്ങണ്ടിടുന്ന മക്കളാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവസാനം പറമ്പ് വീതിക്കുമ്പോഴും ഏറ്റവും നല്ലത് എനിക്ക് എന്ന് പറഞ്ഞവൻ കേസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കുട്ടിക്കാലം മുതലേ കുട്ടികളെ ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം. യൂരി കൊടുത്താലും നഷ്ടമാകില്ല നമുക്ക്. കാരണം കുടുംബത്തെ സഹായിച്ചാൽ അവന്റെ മുമ്പിൽ ആകാശത്തിന്റെ കവാടങ്ങൾ അവന്റെ മുമ്പിൽ ഞാൻ മലർക്കെ തുറന്നു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടണമോ? ബർക്കത്തിന്റെ, റഹ്മത്തിന്റെ, നിഅമത്തിന്റെ മൂന്നെണ്ണമാണ് അള്ളാഹു നമുക്ക് തരിക. ഒന്ന് നിഅമത്താണ്, പിന്നൊന്ന് റഹ്മത്താണ്, പിന്നൊന്ന് ബർക്കത്താണ്. ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്തുണ്ടാകലാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതിൽ കാരുണ്യത്തോടു കൂടി ചെലവഴിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്നതാണ്. അതുണ്ടാകുന്ന സമയത്തുണ്ടാകുന്നതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതത്തിന് അള്ളാഹു ഹേതുകമാക്കുമെന്നാണ്. ബർക്കത്തുണ്ടായാലേ രോഗം വരാതിരിക്കൂ, ബർക്കത്തുണ്ടായാലേ അപകടം വരാതിരിക്കൂ, ബർക്കത്തുണ്ടായാലേ അതിൽ വ്യാപ്തി നമുക്ക് തരൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകണമോ? നമ്മൾ കുടുംബത്തെ സഹായിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് റഹ്മാൻ എന്നാണ്. റഹീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതോ റഹ്മത്തുൽ ലിൽ ആലമീൻ, അവിടെയും റഹ്മാണ്. മാതാവിന്റെ ഗർഭാശയത്തെ കുറിച്ച് പറയുമ്പോൾ ആലമുൽ അർഹാം എന്നാണ്, അവിടെയും റഹ്മ് എന്നാണ്. എന്നാൽ കുടുംബ ബന്ധത്തെ ചേർക്കുമ്പോൾ പറഞ്ഞതോ സിലത്തുർ റഹം എന്നാണ്. ബുദ്ധിയുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ റഹ്മാൻ എന്ന് പറഞ്ഞു, അവിടെയും റഹം എന്നതാണ് പറഞ്ഞത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോഴോ റഹ്മത്ത് എന്നാണ് പറഞ്ഞത്. അത് ലോകത്തിന് മുഴുവൻ കാരുണ്യം, അവിടെയും റഹ്മ് എന്നാണ് സൂചിപ്പിച്ചത്. മാതാവിന്റെ ഗർഭാശയം അത്രത്തോളം പരിശുദ്ധമായത്, അത്രത്തോളം നമുക്ക് വേണ്ടപ്പെട്ടതില്ല എന്ന് പഠിപ്പിച്ചപ്പോഴും ആലമുൽ അർഹാം എന്നാണ് നമ്മളോട് പറഞ്ഞത്. അവിടെയും റഹ്മ് എന്നാ പറഞ്ഞത്. കുടുംബ ബന്ധത്തെ ചേർക്കാൻ മറ്റൊരു പദമല്ല ഹദീസിൽ കാണുന്നത്, സിലത്തുർ റഹം. ഈ റഹമിനെ നിങ്ങൾ ചേർത്തുക, അഥവാ കുടുംബ ബന്ധത്തെ ചേർക്കുക എന്നതാണ്. അള്ളാഹുവും അവന്റെ റസൂലും മാതാവിന്റെ ഗർഭാശയത്തിന്റെ പരിശുദ്ധതയും അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് പറയുന്നത് കുടുംബ ബന്ധത്തെ കൂട്ടിച്ചേർക്കാനാണ്. അവിടെ പറഞ്ഞ വാക്കും സിലത്തുർ റഹം, സിലത്തുർ റഹം. ആയിരക്കണക്കിന് ഹദീസുകൾ കാണാം. സിലത്തുർ റഹം, നിനക്ക് ആയുസ് വർദ്ധിക്കണമെന്ന് മോഹമുണ്ടോ? നീ കുടുംബ ബന്ധത്തെ ചേർക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു മനുഷ്യനായിട്ടായിരുന്നു ഈ ഭൂമിയിലേക്ക് ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നറിയുമോ അള്ളാഹുവിന്റെ റസൂലേ? പ്രസിദ്ധമായ ഹദീസാണ്. ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനായി, അല്ലെങ്കിൽ സഹാബാക്കളെ പോലൊരു മനുഷ്യരായി ഞാൻ ഈ ഭൂമിയിലേക്ക് എങ്ങാനും ഈ മലക്കായ ഞാൻ ഒരു മനുഷ്യനായി ജനിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യുക എന്ന് താങ്കൾക്കറിയുമോ ഏ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ പറഞ്ഞതാ എന്താ നിങ്ങൾ ചെയ്യുക? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുക, അതിനുവേണ്ടി രാവും പകലും ഓടുക, കുടുംബ ബന്ധത്തെ ചേർക്കാനാണ് എന്ന് ജിബ്രീൽ മാലാഖ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. അത്രത്തോളം പ്രമിൽ ഭിന്നിച്ചോടുന്ന ദിവസം എന്നാ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ ലോകത്തിൽ ആദ്യം ഭിന്നിച്ചത് ഹാബീലും ഖാബീലുമാണ്. അത് അല്ലാഹു ഉണർത്തുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സ്വന്തം സഹോദരന്മാർ തമ്മിൽ പിണഞ്ഞോടുന്ന ദിവസം എന്ന് പറഞ്ഞെടുത്ത് ആദ്യം മാതാപിതാക്കളെയല്ല പറഞ്ഞത്, മക്കളെയല്ല പറഞ്ഞത്, ഭാര്യയല്ല പറഞ്ഞത്, സാഹിബത്തിഹി എന്നല്ല, അതൊക്കെ അവസാന പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അഖീഹി എന്നാണ്. സഹോദരന്മാർ തമ്മിൽ പിണങ്ങുമെന്നാണ്. ഒറ്റ സെന്റിന് വേണ്ടി സ്വന്തം ജ്യേഷ്ഠനെതിരെ ആര് കേസ് കൊടുക്കുന്നുവോ നാളെ അവരുടെ ദുരന്തം ഇതാണ്. അപ്പൊ ജ്യേഷ്ഠൻ അത് ചെയ്തിട്ടല്ലേ എന്ന് നിങ്ങൾ പറയും. അവർക്ക് നീ പുറത്തു കൊടുക്കുക, അവർക്ക് നീ റഹ്മ ചെയ്യുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാൻ. അവിടെ പറഞ്ഞത് നീ കാരുണ്യം ചെയ്യുക എന്നും അവർക്ക് പൊറുക്കലിനെ തേടുക എന്നുമാണ്. അതുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വക്കാണം ഉണ്ടാകരുത്, ജ്യേഷ്ഠത്തികളും അനുജത്തികളും തമ്മിൽ ഉണ്ടാകരുത്, നാത്തൂനും തമ്മിൽ ഉണ്ടാകരുത്. ഇളയച്ചയും മൂത്തച്ചയും എന്ന് പറഞ്ഞ രണ്ട് വർഗങ്ങളുണ്ട്. ഒരു കാലത്തും നേരാകാത്ത ആൾക്കാരാണ് എന്നാണ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോവുക. അങ്ങനെ ഒരു ഇളയച്ചയും മൂത്തച്ചിയും അങ്ങനെയാണോ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ജ്യേഷ്ഠന്റെ ഭാര്യയും അനുജന്റെ ഭാര്യയും
ഇവർ തമ്മിൽ എന്നും തർക്കമാണത്രേ. അനുജന് കുറച്ച് സമ്പത്തുണ്ടാകുമ്പോൾ ജേട്ടന്റെ ഭാര്യയ്ക്ക് കണ്ടൂടാ, ജേട്ടന് കുറച്ച് സമ്പത്തുണ്ടാകുമ്പോൾ അനുജന്റെ ഭാര്യയ്ക്ക് കണ്ടൂടാ. ഇതെന്ത് ലോകമാ കൂട്ടരെ? അതുകൊണ്ട് അതൊന്നുമില്ലാതെ ഒറ്റ കുടുംബത്താൽ ആ അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾക്ക് വീടില്ലെന്ന് വെക്കുക, ആ വീടില്ലാത്ത അവസ്ഥയിൽ അതിനുവേണ്ടി നമ്മുടെ സക്കാത്തിന്റെ, നമ്മുടെ സദക്കയുടെ, നമ്മുടെ ദൈനിന്റെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹദിയയുടെ എല്ലാം നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കുടുംബത്തിൽ സ്നേഹോഷ്മളമായ ഒരു കുടുംബ സംവിധാനം ഉണ്ടാകണം. പിന്നെയോ PSC UPSC പോലെയുള്ള ടെസ്റ്റുകളിൽ കയറി പുള്ളാടൻ കുടുംബം അതിന് ഉയരങ്ങളിലേക്ക് എത്തണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കുടുംബനാഥന്മാർ അതിന് സാക്ഷ്യമാണ്. നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. യൂത്ത് എംപവർമെന്റ് അവർ ആലോചിക്കുന്നുണ്ട്, വിദ്യാർത്ഥികളുടെ എംപവർമെന്റ് അവർ ആലോചിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്ന പരിഹാര കോടതി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആളുകൾ ഉയർന്നു പോകണം. അടുത്ത വർഷമോ അല്ലെങ്കിൽ നിങ്ങൾ 5 വർഷം കഴിഞ്ഞോ ഇവിടെ ഇനിയൊരു കുടുംബ സംഗമം വെക്കുമ്പോൾ ഈ വേദിയിൽ ഹാഫിളീങ്ങളെ ആദരിക്കുന്ന സദസ്സുണ്ടാകണം, ആലിമീങ്ങളെ ആദരിക്കുന്ന സദസ്സുണ്ടാകണം. പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടല്ല, പുള്ളാടൻ കുടുംബത്തിൽ നിന്നുള്ള ഹാഫിളീങ്ങളെ ആദരിക്കണമെന്ന്. തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിന്റെ സംഗമത്തിന് പോയപ്പോൾ 56 ഹാഫിളീങ്ങളെയാണ് പുലിപ്പാറ കുടുംബം. ഞാൻ ആ കുടുംബത്തിന്റെ പേര് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുലിപ്പാറ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കുടുംബത്തിൽ ഒറ്റ കുടുംബ സംഗമത്തിൽ ഒരു പ്രപിതാവിന്റെ പേരക്കിടാങ്ങളായി തിരിഞ്ഞ ഒറ്റ സദസ്സിൽ വെച്ച് 56 ഹാഫിളീങ്ങളെയാണ് നമ്മൾ ഇതുപോലെ പോയി ആദരിച്ചത്. അതുകൊണ്ട് ഖുർആൻ മനപ്പാടമാക്കിയവർ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. പ്രശസ്തരായ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഇതേപോലെ തന്നെ നല്ല സയന്റിസ്റ്റുകളും നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകണം. പക്ഷേ ഈ പുള്ളാടൻ കുടുംബത്തിലെ ഡോക്ടർ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും നെഞ്ചി പുലർക്കുമ്പോൾ അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫ്മെല്ലമാരും വിളിച്ചു പറയാനില്ലാത്ത പാപത്തിന് ആദ്യം സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുന്ന കളക്ടർമാരുണ്ടാകട്ടെ നമ്മുടെ ഈ പുള്ളാട്ട് കുടുംബത്തിൽ നിന്ന്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും മൂല്യവത്തായ രീതിയും അതിൽ നിന്ന് പിരിഞ്ഞു പോയാൽ നിങ്ങൾ സ്നേഹത്തോടെയാവുക. ഇതൊരു കൊറോണയുടെ കാലഘട്ടമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽപ്പിച്ചിട്ട് ഒരു കൈയെങ്കിലും നമ്മൾ കൊടുപ്പിക്കുമായിരുന്നു. പക്ഷേ അതൊരു പ്രോട്ടോകോൾ ലംഘിക്കേണ്ട എന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് കൈ കൊടുത്തേക്കണം, മനസ്സുകൊണ്ട് നിങ്ങൾ ആലിംഗനം ചെയ്തേക്കണം. ഇല്ല, ഞങ്ങളുടെ കുടുംബം ഒരിക്കലും ഛിന്ന ഭിന്നമാകില്ല, ഒരിക്കലും കുനിഷ്ടുണ്ടാകില്ല, കുശുമ്പുണ്ടാകില്ല. ഞങ്ങൾ ഇന്നു മുതൽ ഏറ്റവും ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ കുടുംബത്തെ സഹകരിച്ചും സ്നേഹിച്ചും അവരെ സഹായിച്ചും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും ഈ കുടുംബനാഥന്മാരുടെ വാക്കുകൾ കേട്ടും ഈ കാണുന്ന യുവാക്കളുടെ അധ്വാനത്തിൻ്റെ ഫലം കണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഉറപ്പുള്ള, എന്ന് നിയ്യത്ത് വെക്കുന്ന ഒരവസ്ഥയിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഇരുന്നാൽ നന്നാകും. അത് കൊറോണയെ ബാധിക്കൊന്നുമില്ല. ഈ പുള്ളാടൻ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പ്രായം ചെന്നരെ എഴുന്നേൽപ്പിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ കുടുംബത്തിനെ ഏറ്റവും ആദരപൂർവ്വം സ്നേഹപൂർവ്വം പാരസ്പര്യത്തിൽ ഇനി കുടുംബത്തിൽ ഒരു കുനിഷ്ടോ ഒരു വിദ്വേഷമോ ഇല്ലാതെ മുന്നോട്ട് പോകും. അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ പോകും എന്ന് പുള്ളാടൻ കുടുംബത്തിന് വേണ്ടി നമ്മളെല്ലാവരും സാക്ഷ്യം നിർത്തിക്കൊണ്ട് എന്നെ ക്ഷണിച്ചതിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.